Okay, students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിംഗിലുള്ള നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന സെക്ഷൻ ആണ്. നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹൗ കൺ ഡിഫൈൻ ദി നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്? സോ ഈ സ്മോൾ ലെറ്റർ പി ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ദെൻ നെഗേഷൻ ഓഫ് പി is usually denoted by ഇങ്ങനെ ഒരു സിമ്പിൾ. അത് ഇവിടെ ക്യൂ ആണെങ്കിൽ ഇവിടെ ക്യൂ, ഇങ്ങനെ ഒരു സിമ്പിൾ എഴുതിയിട്ട് എസിനെ താഴെ എഴുതിയ പോലെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റീഡ് ആസ്, അതെങ്ങനെ വായിക്കാം? ആൻഡ് ഇറ്റ് ഈസ് റീഡ് ആസ് നോട്ട് പി എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഈ P is a statement, any statement. Negation of P is usually denoted by ഈ സിമ്പിൾ ആണ്. അത് വായിക്കേണ്ടത് നോട്ട് പി ആണ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. എക്സാമ്പിൾ 1. റൂട്ട് 7 is rational number. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനൊരു സിമ്പിൾ എടുക്കാം. P കോളൻ ക്വസ്റ്റ്യൻ എഴുതാം. റൂട്ട് 7 is rational number. Okay. ഇതിന്റെ നെഗേഷൻ ഓഫ് പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതും. റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ നമ്പർ. ഇത്ര എഴുതാനുള്ളൂ. ഇതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നമ്പർ 2. ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ്. Australia is a continent. അപ്പൊ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പേര് കൊടുക്കുകയാണ്, വീണ്ടും എഴുതണ്ടല്ലോ വിചാരിച്ചു. ഒരു ക്യൂ നമുക്ക് എന്തും എടുക്കാം. നെഗേഷൻ ക്യൂ. ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. വളരെ സിമ്പിൾ ആയ പ്രൊസീജിയറാണ്. The sum of 3 and 4 is 9. The sum of 3 and 4 is 9 എന്നാണ്. 3 4 സം 9 അല്ല, അത് വേറെ കാര്യം. നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ പേര് കൊടുക്കുകയാണ്. 6 നോക്കും. സോ നെഗേഷൻ 6 എന്ന് പറയും. നെഗേഷൻ 6 എന്ന് പറഞ്ഞാൽ the sum of 3 and 4 is not 9. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു നോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചേർത്തു. സോ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഗേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് അടുത്ത എക്സസൈസ് നോക്കുമ്പോൾ എക്സസൈസ് 14.2 ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചെന്നൈ is the capital of Tamil Nadu. Chennai is the capital of Tamil Nadu. Chennai is the capital of Tamil Nadu. അപ്പോൾ ഒരു പേര് കൊടുക്കുക. ഇതിന്റെ നെഗേഷൻ എഴുതുന്നത് അപ്പോൾ എ കോളൻ. ഞാൻ വീണ്ടും എഴുതേണ്ട വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാം? ചെന്നൈ is not the capital of Tamil Nadu. Okay. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് 2 is not a complex number. എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ പേര് കൊടുക്കാം, ഒരു ബി കോളൻ കൊടുക്കാം. സോ നെഗേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് 2 ഈസ്, ഇവിടെ ഓൾറെഡി നോട്ട് വന്നു. നോട്ട് എന്നല്ല, നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് വേണ്ട. റൂട്ട് 2 ഈസ് എ അപ്പൊ അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നത് കോംപ്ലക്സ് നമ്പർ. ഇത് ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. അടുത്ത തേർഡ് വൺ, ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ. All triangles are not equilateral triangle.
equilateral triangle. All triangles are not equilateral triangle എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വേണം? ഇത് ഞാൻ സി ഇവിടെ കൊടുത്തു. സി കോണ് all triangles are ഇത് വേണ്ട equilateral triangle. Okay. In a fourth one, the number 2 is greater than 7. The number 2 is greater than 7. അപ്പോൾ ഡി കോളൻ ഡി എഴുതി നെഗേഷൻ ഡി എന്ന് പറയുന്നത് the number 2 is not greater than 7. Okay. Fifth one, every natural number is an integer. Every natural number is an integer. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഒരു ഈ എഴുതി every natural number is not an integer. നമ്മളൊരു നോട്ട് എഴുതിയാൽ മതി. വേറെ കാര്യമായിട്ട് ഇവിടെ നമുക്ക് വർക്ക് വരുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു സെക്ഷനോട്ട് പോവാം. പുതിയ സെക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സെക്ഷൻ എന്ന് പറയുന്നത് കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. സോ അത് എന്താണ് നോക്കാം. കോൺവേഴ്സ്. അപ്പോൾ ആദ്യം കോൺവേഴ്സ് എന്ന് പറയുന്നത് കോൺവേഴ്സ് ആദ്യം നോക്കാം. കോൺവേഴ്സ് ഒരു സിമ്പിൾ ഷോർട്ട് കട്ടിൽ നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ഇഫ് പി പി നമ്മൾ എന്തോ സെന്റൻസ് ദെൻ ക്യൂ ഇങ്ങനെ തന്നിട്ടുണ്ട് ചോദിക്കാം. ഈ പി ദെൻ ക്യൂ, ഈ പി ദെൻ ക്യൂ. പി എന്തോ സ്റ്റേറ്റ്മെന്റ്, ഇത് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ കോൺവേഴ്സ് ആയി എഴുതേണ്ടത് രണ്ടാമത് എഴുതിയത് ഫസ്റ്റും ഇഫ് ക്യൂ ദെൻ ഇത് രണ്ടാമത് എഴുതുന്നത്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ പി ദെൻ ക്യൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ നമ്മൾ പൊളിച്ച് എഴുതാം. സ്റ്റാർട്ടിങ് എൻഡിങ്, എൻഡിങ് സ്റ്റാർട്ടിങ് എഴുതാം. ഇനി കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇഫ് പി ദെൻ ക്യൂ ഇങ്ങനെ തന്നിട്ടുണ്ട് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ എഴുതണം? ഇഫ് നെഗേഷൻ ക്യൂ സെക്കൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ നെഗേഷൻ ആയിരിക്കണം. ദെൻ നെഗേഷൻ പി. ഓക്കെ. അപ്പോൾ ഒരു നോട്ട് വെച്ച് എഴുതാൻ, നോട്ടിലേക്ക് നോട്ട് എടുത്ത് കളയും. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇത് എഴുതാൻ അങ്ങനെ വലിയ പ്രയാസമില്ല, പക്ഷെ ഇത് എഴുതുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അത് നമ്മൾ രണ്ടിലും ചെയ്യുന്നത് സെക്കൻഡ് ഫസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലാസ്റ്റ്. പക്ഷെ ഇവിടെ ഒരു നോട്ട് വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടി. അപ്പൊ അതിനുള്ള എക്സാം നോക്കാം. ഇഫ് എ നമ്പർ ഈസ് divisible by 9, then it is divisible by 3 ആണ്. അപ്പോൾ ആദ്യം കോൺവേഴ്സ് എഴുതണം. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ അങ്ങനെയാണുള്ളത്. ഇത് പി ആയിട്ടും ഇത് ക്യൂ ആയിട്ടും എടുക്കാം. അപ്പോൾ കോൺവേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇഫ് സെക്കൻഡ് ഫസ്റ്റ് എഴുതാം. ഇഫ് ഇത് ഫസ്റ്റ്, ഇറ്റ് എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയണം. ഇഫ് ആണെങ്കിൽ ദി നമ്പർ എന്ന് എഴുതാം. സെന്റൻസ് ഉണ്ടായിക്കോട്ടെ, ഭംഗി ഉണ്ടായിക്കോട്ടെ. ദി നമ്പർ ഈസ് divisible by 3, then it is divisible by 9. It is divisible by 9 എഴുതാം. ഇനി അടുത്തെന്ന് പറയുന്നത്, അടുത്ത് ഇതേപോലെ വേറൊന്നും കൂടിയുണ്ട്.
പിന്നെ നമുക്ക് കോൺവേഴ്സ് ചെയ്ത് കോൺട്രാ പോസ്റ്റിംഗ് കൂടി എഴുതണം. അപ്പൊ ഇത് തന്നെ സെക്കൻഡ് ഫസ്റ്റ് പക്ഷെ എന്ത് വേണം, രണ്ടാമത് എഴുതുമ്പോൾ അതിന്റെ നെഗേഷൻ എഴുതണം. സോ കോൺട്രാ പോസ്റ്റിംഗ് എന്താണ് നോക്കാം. ഇപ്പൊ എങ്ങനെ എഴുതണം? ഇഫ് ദി നമ്പർ ഈസ് നോട്ട് divisible by 3, then it is not divisible by 9. ഇത് രണ്ട് സെയിം തന്നെയാണ്. എന്താ വ്യത്യാസം? ഇവിടെ അതേപോലെ ഇവിടെ, പക്ഷെ ഇവിടെ നെഗേഷൻ വെച്ചിട്ട് എഴുതും. ആ ഒരു ഐഡിയ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഐഡിയ ഇല്ലെങ്കിലാണ് നിങ്ങൾക്കത് പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നു. ഇനി അടുത്ത ഇതിൻ്റെ ഒരു മോഡൽ നോക്കാം. ഒരു മോഡലും കൂടി നോക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. If a triangle is equilateral, it is isosceles. അപ്പോൾ നമ്മൾ ആദ്യം കോൺവേഴ്സ് എഴുതാൻ പോവാണ്. അപ്പം ഇത് പി, ഇത് ക്യൂ ആണ്. അപ്പോൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ if the triangle is isosceles, then it is equilateral. അപ്പൊ അത് തന്നെ കോൺട്രാപോസ്റ്റ് ചെയ്യുന്ന എഴുതാം. If the triangle is not isosceles, then it is not equilateral. ഇങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അവിടെ നോക്കാനില്ല. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനാണ് പ്രൂവ് ദാറ്റ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് √2 ഈസ് ആൻ ഇർറാഷണൽ നമ്പർ. ഇത് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് √2 ഈസ് ആൻ ഇർറാഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2ക്ക് വരെ നമ്പർ മാറും. 3 വരാം, 5 വരാം, 7 വരാം, 11. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നമ്പർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഞാൻ എടുക്കുകയാണ്. √2 ഈസ് ആൻ ഇർറാഷണൽ നമ്പർ ഞാൻ ഇവിടെ എഴുതി. അടുത്ത് എന്ത് ചെയ്യണം? നെഗേഷൻ പി എടുക്കുക. നെഗേഷൻ പി എന്ന് പറയുന്നത് √2 ഈസ് നോട്ട് ആൻ irrational number. Is not an irrational number. അപ്പോൾ ഇനി കുറച്ചും കൂടി ഈ നോട്ട് ആൻ ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? √2 ഈസ് റാഷണൽ നമ്പർ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അത് മനസ്സിലാക്കണം. അതായത് ആദ്യം ഇതേ ക്വസ്റ്റ്യൻ എഴുതി, അതിൻ്റെ നെഗേഷൻ നോട്ട് എഴുതി. ഇപ്പം നോട്ട് ഇറാഷണൽ നമ്പർ അല്ല, അപ്പോൾ അത് റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. സോ P/Q ഫോം P belongs to integer, Q belongs to natural number. They cannot have a common factor. They cannot have a common factor. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അത് നമുക്ക് ബ്രാക്കറ്റിൽ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ എഴുതുന്നത് ഇത് ഡെഫിനേഷൻ വെച്ച് എഴുതാണ്. P equal to P അല്ല, √2 equal to P/Q. ഡെഫിനേഷൻ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ 2 equal to P² / Q² എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2
Q square equal to P square എന്ന് വരും. This means that Q square equal to P square by 2. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? What do you mean by these sentences? ഈ സെന്റൻസ് പ്രകാരം നിങ്ങൾ എന്താ മനസ്സിലാകുന്നത്? The number 2 is divisible. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, P is divisible by number 2. അല്ലെങ്കിൽ 2 divides P. രണ്ട് രീതിയിൽ പറയാം. ആ രണ്ടും ഞാൻ എഴുതാം. Either 2 divides P square, അത് P square പറയാം. Or നമുക്ക് ആ ലാംഗ്വേജ് മാറ്റം വരുത്താം. P square is divisible by 2. രണ്ടും ഒന്ന് തന്നെയാണ്. 2 എന്ന് പറഞ്ഞാൽ P square ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ P square 2 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം സിമ്പിൾ ലാംഗ്വേജ് എടുക്കാം. ഇതവിടെ കിടക്കട്ടെ. 2 divides P square വരുമ്പോൾ 2 divides നമുക്ക് എന്താ പറയാം? 2 divides P square ആകുമ്പോൾ P ചെയ്യാം. 2 divides P. ഇത് നമ്മൾ ഒരു കണ്ടീഷനാണ്. ഇനി അടുത്ത് എഴുതുന്നത് 2 divides P ആയതുകൊണ്ട് സിൻസ് 2 divides P, therefore there exists an integer small letter r. P Q എടുത്തോണ്ട് ഞാൻ R എടുത്തു, A B എടുത്താൽ C എടുക്കാം, അതൊന്നും പ്രശ്നം. ഈ സെന്റൻസ് പഠിക്കാം. integer r such that, ഇത് സെന്റൻസ് സ്റ്റൈലാണ്. such that P equal to R. ഇതും പഠിക്കണം. ഈ P എന്ന് പറയുന്നത് ഇവിടെയുള്ള P ആണ്. 2 എന്ന് പറയുന്നത് നമ്മൾ √2 എടുത്ത R2, √3 ആണ്, ഇവിടെ 3 എന്ന് ഉപയോഗിക്കണം, √7 7 ഉപയോഗിക്കണം. R എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ഈ R ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും പഠിക്കാം. ഓക്കെ, ഇനി ഇവിടെ സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ P square equal to 4R square. ഈ P square എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, P square എന്ന് പറഞ്ഞാൽ 2Q square ആണ്. P square എന്ന് പറഞ്ഞാൽ 2Q square. അത് എടുത്തിട്ട് P square സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ 2Q square equal to 4R square എന്ന് വരും. ഇവിടെ Q square equal to 4R square by 2 ഇങ്ങോട്ട് എടുക്കാം, ക്യാൻസൽ ചെയ്ത് പോകും. Q square equal to 2R square വരും. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് എടുക്കാം, Q square by 2 equal to R square വരും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതാം. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 2 divides Q square, or നേരത്തെ എഴുതിയ പോലെ എന്താ പറയാം, Q square is divisible by 2 എന്ന് പറയാം. അപ്പം ഏത് രീതി നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇത് എടുക്കുകയാണ്. 2 divides Q square ആണെങ്കിൽ 2 divides Q square ആണ്, Q ചെയ്യും. ഇത് 2. 1 2 divides P. 2 എന്ന നമ്പർ Pനെ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 2 എന്ന നമ്പർ Qനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി എഴുതാൻ പോവാണ്. എല്ലാം വായിച്ചറിയാം. അപ്പോൾ അത് നമ്മൾ കൺക്ലൂഷൻ സെഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പർ 1 പ്രകാരം 2 divides P. നമ്പർ 1. 2 divides Q. നമ്പർ 2. ഫ്രം 1 and 2 നമ്മളെ ഫോം ഇങ്ങനെയാണ്, P by Q. ഇതാണ് റാഷണൽ ഫോം. അപ്പോൾ ഈ 2 എന്ന നമ്പർ ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിന് മീൻസ് 2 എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ therefore നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 2 ഈസ് എ common factor of both the P and Q. രണ്ടിനും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ പ്രകാരം റാഷണൽ നമ്പറിൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, P is common factor on both P and Q. പക്ഷെ നമ്മൾ കണ്ടീഷൻ എന്ത് ചെയ്യാം? റാഷണൽ നമ്പർ ആണെങ്കിൽ they cannot have a common factor വരാൻ പാടില്ല. പക്ഷെ ഇവിടെ കോമൺ ഫാക്ടർ വന്നു. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പ്രകാരം which contradict, ഈ സെന്റൻസ് സ്റ്റൈൽ നിങ്ങൾ പഠിക്കണം. which contradict to
our assumption is that root 2 is നമ്മൾ റാഷണൽ എടുത്ത് റാഷണൽ നമ്പർ. പക്ഷെ റാഷണൽ നമ്പർ എടുത്തുകൊണ്ട് നമ്മൾ കണ്ടീഷൻ പ്രകാരം ഇവിടെ കോൺഫാക്ട് കിട്ടാൻ പാടില്ല, പക്ഷെ ഇവിടെ കോൺഫാക്ട് കിട്ടി. അപ്പം therefore our assumption is wrong. Therefore root 2 is an irrational number എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇത്ര എഴുതണമെന്നില്ല, ഇത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. നിങ്ങൾ ഇത് രണ്ടും എഴുതിയിട്ട് ഹെൻസ് ഇത് രണ്ടും എഴുതുക, ഇതുവരെ നിങ്ങൾ എഴുതണം. ഹെൻസ് root 2 is an irrational number എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് അത്ര വേണമെന്നില്ല, പറ്റുന്നവർ ഇത് ലാസ്റ്റ് സെൻറ്റൻസ് പഠിക്കാം, ചിലർക്ക് കൺഫ്യൂഷൻ വരും. അല്ലാതെ ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. There exists an integer small letter r. എന്തുകൊണ്ട് r എടുത്തു? PQR such that ഈ p ഇവിടെ വരാൻ കാരണം നമ്മൾ ആദ്യത്തെ p ആണ്, ഈ p ആണ് ഇവിടെ 2r. ഈ r ഈ എടുത്ത r ആണ്. 2 എന്ന് പറയുന്നതോ ക്വസ്റ്റ്യൻ 2. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 സ്ക്വയർ ചെയ്യുക, ഇത് വെച്ച് കണക്ട് ചെയ്യുക, എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.